ഇപ്പോൾ എ.ആർ. റഹ്മാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം ആക്ഷേപങ്ങൾ അതിൻ്റെ ഇട്ടത്. എ.ആർ. റഹ്മാനേക്കാൾ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് അയാളുടെ കുടുംബത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ? ആ കുടുംബത്തിൽ എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് അതിനേക്കാൾ ധാരണയുണ്ടോ? ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ച എ.ആർ. റഹ്മാനും ഭാര്യയ്ക്കും ഉള്ളതിനേക്കാൾ വിവരമാണോ നിങ്ങൾക്കുള്ളത് ആ കുടുംബത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ? ഒരുപാട് അലിഗേഷൻസ് അല്ലേ സാർ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എ.ആർ. റഹ്മാൻ എവിടെ നിൽക്കുന്നു? അയാളുടെ പ്രതിഭ കൊണ്ടും ബ്രില്യൻസും കൊണ്ടാണ് അയാൾ ഇന്നത്തെ അയാളായത്. അല്ലാതെ നമ്മൾ ആരും സ്പോൺസർ ചെയ്തിട്ടല്ല. റഹ്മാൻ അങ്ങ് വളർത്തിക്കളയാന്ന് വിചാരിച്ച് 92-ൽ റോജ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാം കൂടെ പിരിവെടുത്ത് അയാളെ വളർത്തിയതാണോ? അയാളുടെ പ്രതിഭ കൊണ്ട് അയാൾ വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അയാളുടെ ആരാധകരായി മാറിയതാണ്. ഒരു ദിവസം അയാളും അയാളുടെ ഭാര്യയും കൂടെ തീരുമാനിക്കുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, 29 വർഷങ്ങൾക്ക് ശേഷം പിരിയാനെങ്കിൽ അതിനൊരു കാരണമുണ്ടെന്നും റഹ്മാൻ നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രബുദ്ധരാണെങ്കിൽ അല്ലേ? നിങ്ങളുടെ തീരുമാനം ശരിയാവട്ടെ, ഇനിയും എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഒന്നിച്ചു പോകാൻ ശ്രമിക്കൂ, ഞങ്ങൾ അതിനുവേണ്ടി പിന്തുണ നൽകുന്നു, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നിടത്താണ് മാന്യത. അല്ലാതെ കമൻ്റ് ഇട്ടവനൊക്കെ സെപ്റ്റിക് ടാങ്കിനേക്കാൾ വൃത്തികെട്ട മനസ്സുള്ളവരാ. എന്നിട്ടാണ് റഹ്മാനെ ഉപദേശിക്കാൻ പോകുന്നത്. സർ, ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ മാറ്റണമെന്ന് സാറിന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇത് ഭയങ്കര രൂക്ഷമാണ്, സോഷ്യൽ മീഡിയ ഇതിൽ കുറച്ച് ഓവറാണ്. വ്യക്തിഹത്യ. നിങ്ങൾ അറിയാത്ത ഒരു മനുഷ്യന്റെ ഏതെങ്കിലും ഒരു സെന്റൻസ് കേട്ടിട്ട് അവനെ എന്തിനാണ് ചീത്ത വിളിക്കുന്നത്, കൊല്ലുന്നത്? ഏതോ സാഹചര്യം നമ്മളൊക്കെ എന്തെല്ലാം സെന്റൻസുകൾ ആ സന്ദർഭത്തിൽ നടത്തിയെടുത്താൽ നമ്മളൊക്കെ പറഞ്ഞത് തെറ്റായി പോകാവുന്ന, വ്യാഖ്യാനിക്കാവുന്ന എത്രയോ സെന്റൻസുകളും വാക്കുകളും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ലേ? നമ്മൾ ഈ പറഞ്ഞതിലെ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിലെ ഏതെങ്കിലും ഒരു സെന്റൻസ് എടുത്തിട്ട് മറ്റൊരിടത്ത് കൊണ്ടുപോയി വെച്ചാൽ, അല്ലെങ്കിൽ ആ സെന്റൻസ് മാത്രം എടുത്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ ഒരു കോൺട്രാസ്റ്റ് അർത്ഥം വരുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട്. അതുമാത്രം കേട്ടിട്ട് ഇയാൾ ഇത് മാത്രമാണ് പറഞ്ഞതെന്ന് കരുതിയിട്ടോ, അല്ലെങ്കിൽ കരുതാതെയോ ഒരു മനുഷ്യനെയും അവൻ്റെ കുടുംബാംഗങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും എല്ലാം പിന്നെ ശിഷ്ടകാല ഈ ഭൂമി ജീവിക്കാനേ അർഹരല്ല എന്നുള്ള മട്ടിൽ കൊല വിളിക്കുന്നത് എന്ത് മനുഷ്യത്വമാണ്? എന്നിട്ടാണോ ഈ സംസ്കാരത്തെക്കുറിച്ച് പറയുന്നത്? എന്നിട്ടാണോ മനുഷ്യത്വത്തെക്കുറിച്ച് പറയുന്നത്? എന്നിട്ടാണോ നിങ്ങൾ നാട്ടുകാരെ നന്നാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്? അപ്പം നമ്മൾ നിയന്ത്രിക്കുക. നമ്മുടെ ഒരു വാക്ക് നമ്മൾ അറിയുന്ന ഒരാളാണെന്നിരിക്കട്ടെ, സമൂഹത്തിന് കൃത്യമായ ധാരണയുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, അയാൾ ചെയ്ത വൃത്തികേടാണെങ്കിൽ നമ്മൾ വിമർശിക്കണം, പരിഹസിക്കണം. പക്ഷേ പല സ്ഥലത്തുനിന്ന് അടർത്തിയെടുത്ത് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അതിനൊരു മിതത്വം പാലിക്കണം, വേണ്ടേ? നമുക്കറിയാത്ത സാഹചര്യങ്ങളിൽ ഈ വ്യക്തിഹത്യകൾ ചെയ്യരുത്. കാരണം അത് എത്ര കുടുംബങ്ങളെ തകർത്ത് കളയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞൊരു വാക്ക്, ആ വാക്ക് മറ്റൊരു സാഹചര്യത്തിൽ വേറൊരു ഇൻ്റർവ്യൂവിൽ വേറൊരു ചോദ്യോത്തരമായിട്ട് പറഞ്ഞത് എടുത്തിട്ട് ഇയാൾ ഇന്നയാളെക്കുറിച്ച് പറഞ്ഞത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഷ്ണം എടുത്തിട്ടിട്ട് ഇതങ്ങോട്ട് ഇടും. ഇത് കാണുന്ന വിചാരിക്കുന്ന ആൾ അതങ്ങ് വിശ്വസിച്ചിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാം അങ്ങ് ചീത്ത പറയും. ഇതൊന്നും അറിയാതെ ഏതോ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മകൻ അതവിടെ ഇരുന്നിട്ട് കാണുകയും അവൻ്റെ കൂട്ടുകാർ അവനെ അതിനെ പരിഹസിക്കുകയും അവനെ ആ ക്ലാസ്സിൽ ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത ദ്രോഹം ആരെയാണ് ബാധിച്ചത്? ഇതൊന്നും അറിയാത്ത, നിഷ്കളങ്കമായ, ഇതൊന്നും അറിയാതെ ജീവിക്കുന്ന ഒരു മനുഷ്യജീവിയല്ലേ അത്. അവൻ അതിൻ്റെ പേരിൽ ഡിപ്രഷൻ ബാധിച്ചാൽ, അല്ലെങ്കിൽ അതുപോലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ആ കുടുംബത്തിനുണ്ടായ, ആ ജീവിതത്തിനുണ്ടായ നഷ്ടം തിരിച്ചു കൊടുക്കുമോ? ഇത് ഓരോ ആളും ഓരോ കമൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിലാണ് സംഭവിച്ചെങ്കിൽ എന്തായിരുന്നു ചിന്തിച്ചിട്ട് വേണം ഒരു കമൻ്റ് ഇടുമ്പോൾ, ഒരാളെ നിങ്ങൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ നിങ്ങൾ അതിന് മുതിരുന്നതിന് മുമ്പ് ഇത് തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കണം.